Hi everyone, welcome back to my classroom. Today's topic is creditors turnover ratio. ആക്ടിവിറ്റി റേഷ്യോയിൽ നെക്സ്റ്റ് ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. നമ്മൾ ഓൾറെഡി പഠിച്ച റേഷ്യോസ് ഏതൊക്കെയാണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. തേർഡ് വൺ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോസ് മുഴുവനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ് ഇതെല്ലാം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. ഓക്കെ, this ratio indicate number of times the creditors are paid. Creditors turnover ratio is also called payables turnover ratio. അപ്പോൾ എന്തൊക്കെയാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോനെ നമ്മൾ പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ എന്ന് കൂടെ വിളിക്കാറുണ്ട്. ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട് 1 ഇയറിൽ എന്നുള്ളതാണ്. ഒരു ആവറേജ് ലെവലിൽ നമ്മൾ കണക്കാക്കുക. ഈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ടാണ് അത് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വർഷത്തിൽ എത്ര ഡേയ്സ് കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ എത്ര മാസങ്ങൾ കൂടുമ്പോഴാണ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കണ്ടുപിടിക്കാനാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 കോമ്പണൻ്റാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ വരുന്നത്. അതാണ് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസും അതേപോലെ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ. ഈ 2 കോമ്പോണൻറ്റിൻ്റെ റിലേഷൻഷിപ്പാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത്. ഏതൊക്കെയാണ് 2 കോമ്പോണൻസ്, അതായത് റേഷ്യോയിലുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണ്? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസും ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ. അതുതന്നെയാണ് ഇക്വേഷൻ. Creditors turnover ratio is equal to net credit purchases divided by average creditors including bills payable. Then how to find out net purchase? Total credit purchase minus purchase return. അല്ലേ, ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പർച്ചേസ് കിട്ടും. എങ്ങനെയാണ് അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ പർച്ചേസും ക്യാഷ് പർച്ചേസും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് മാറ്റിവെച്ചാൽ ബാക്കിയുള്ളത് ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസാണ് എടുക്കേണ്ടത്. ദെൻ ആവറേജ് ക്രെഡിറ്റേഴ്സ് എങ്ങനെയാണ് കാണുക? ഓപ്പണിംഗ് ഡേറ്റിന് തന്നിട്ടുള്ള ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് divided by 2. Creditors at the opening, creditors at the end, രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് കിട്ടുക. ഇനി ആവറേജ് BP ബിൽസ് പേയബിൾ എങ്ങനെ കാണുക? ഓപ്പണിംഗ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ആവറേജ് കാണുമ്പോൾ എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഏതൊക്കെ നമ്പർ നമ്മൾ എത്ര ഫിഗേഴ്സ് മുകളിൽ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെ ഓപ്പണിംഗ് BPയും ക്ലോസിംഗ് BP 2 എമൗണ്ട് എടുക്കുക. അപ്പോൾ ഡിവൈഡഡ് ബൈ 2, മുകളിൽ 3 വന്നാൽ ഡിവൈഡഡ് ബൈ 3 ആണ്. എപ്പോഴും ആവറേജ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇഫ് ദ ക്രെഡിറ്റ് പർച്ചേസ് ഈസ് നോട്ട് ഗിവൺ ടോട്ടൽ പർച്ചേസ് മേ ബി യൂസ്ഡ്. ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് തന്നിട്ടില്ല പ്രോബ്ലത്തിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പർച്ചേസ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. If opening creditors and opening bills payable are not given, their closing values may be used. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിനുള്ള ക്രെഡിറ്റേഴ്സും ഓപ്പണിംഗ് ഡേറ്റിനുള്ള ബിൽസ് പേയബിളും തരാറില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിട്ടുണ്ടാവുക ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് പേയബിളാണ്, അതങ്ങ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. അവിടെ ആവറേജ് കാണേണ്ട ആവശ്യം വരില്ല. തന്നിട്ടുള്ള ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും ക്ലോസിംഗ് അതേപോലെ ബിൽസ് പേയബിളും അതവിടെ എടുത്താൽ മതിയാവും. അവിടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഓപ്പണിംഗ് തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, അങ്ങനൊരു സംഭവം നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ലെസ് ചെയ്യാനൊന്നും പോകണ്ട. സാധാരണ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അന്ന് ലെസ് ചെയ്ത് കാണിക്കാറുണ്ട്. ഇവിടെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം.
ഇനി ഈ നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. നെറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ പഠിക്കുമ്പോൾ എന്തായിരുന്നു, ആവറേജ് കളക്ഷൻ പീരീഡ് ആയിരുന്നു അല്ലേ. ഇവിടെ എന്താണ്, പേയ്മെൻറ്റ് പീരീഡാണ് അല്ലേ. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതല്ലേ, എത്ര പ്രാവശ്യം കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഇയറിൽ എന്നുള്ളതല്ലേ കാണുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് പീരീഡ് കേട്ടോ, അങ്ങോട്ട് മാറിപ്പോകരുത്. ക്രെഡിറ്റേഴ്സ് ആകുമ്പോൾ പേയ്മെൻറ്റ് പീരീഡാണ്, ഡെറ്റേഴ്സ് ആകുമ്പോൾ കളക്ഷൻ പീരീഡ്. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് മീൻസ് പീരീഡ് എൻജോയ്ഡ് ബൈ ദി ഫേം ഇൻ പേയിങ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള പീരീഡ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. ഡേയ്സിലോ മന്ത്സിലോ നമുക്കത് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഈ ആവറേജ് പേയ്മെൻറ്റ് പീരീഡിൻ്റെ മറ്റ് പേരുകളാണ്. ഒന്നില്ലെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ് പറയാം, അതല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. സ്റ്റോക്ക് ടേൺ ഓവറിൽ നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി കണ്ടില്ലേ. ഡെറ്റേഴ്സിൽ നമുക്ക് ഡെറ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയാം, ഏതിനെ, കളക്ഷൻ പീരീഡിനെ. അതേപോലെ ഈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ ആവറേജ് പേയ്മെൻറ്റ് പീരീഡാണ് നമ്മൾ കാണുന്നത്, അതിനെ നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്ന് വിളിക്കാം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡേയ്സിലും മന്ത്സിലും കാണാം. ഓക്കെ, ഡേയ്സിലാണെങ്കിൽ എത്ര ഡേയ്സ് ഉണ്ട് 1 ഇയറിൽ, 360 ഡേയ്സ് എടുക്കാം, 365 കൊടുക്കാം കേട്ടോ. രണ്ടെടുത്ത് ചെയ്താലും കുഴപ്പമില്ല, 360 എടുത്തോളൂ. ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ CTR, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ CTR, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഇതന്നെ നമ്മൾ മന്ത്സിലാണെങ്കിൽ 12 മന്ത്സ് അല്ലേ 1 ഇയറിലുള്ളത്, അപ്പോൾ 12 ഡിവൈഡഡ് ബൈ CTR മീൻസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഡേയ്സിലാണെങ്കിൽ 365 ഡേയ്സോ അല്ലെങ്കിൽ 360 ഡേയ്സോ എടുത്ത് ചെയ്യാം. ഡിവൈഡഡ് ബൈ CTR 12 ഡേയ്സ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ മന്ത്സിലാണെങ്കിൽ 12 മന്ത്സ് ഡിവൈഡഡ് ബൈ CTR. ഓക്കെ, ഇനി ഡയറക്റ്റായിട്ട് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കാണുമ്പോൾ, അതായത് നമുക്ക് CTR എന്നുള്ളത് എടുക്കാതെ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഇൻറ്റു 360 ഡേയ്സ്, അല്ലെങ്കിൽ മന്ത്സിലാണെങ്കിൽ ഇൻറ്റു 12. ഇതും അപ്ലൈ ചെയ്താലും മതി കേട്ടോ. ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ അതിൻ്റെ താഴെ വരയ്ക്കുക, ഡിവൈഡഡ് ബൈ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ്, എന്നിട്ട് ഇൻറ്റു 360 അല്ലെങ്കിൽ 12. ഇനി ഹയർ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏർലി പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സിന്, അതായത് ഒരുപാട് വൈകാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പേയ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഹയർ ടേൺ ഓവർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ ഈസ് ലോവർ ആണെങ്കിൽ ഇറ്റ് മീൻസ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആർ ഡിലേഡ്. അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നതിൽ ഡിലേ ചെയ്യുന്നുണ്ട് എന്നാണ്. കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. From the following information, calculate CTR. CTR means creditors turnover ratio. Total purchases rupees 4,20,000. Cash purchases 40,000. Purchase return 20,000. Creditors at the end 70,000. Bills payable at the end 10,000. Provision for discount on creditors 3,750. നമ്മളടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, നോട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ആ നോട്ടിൽ എഴുതിയ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. അതായത് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് തന്നാൽ മൈൻഡ് ചെയ്യേണ്ട, അത് എടുക്കേണ്ട, ലെസ് ചെയ്യാനൊന്നും പോകണ്ട. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും എൻഡിൽ മാത്രമേ തന്നിട്ടുള്ളൂ, ക്ലോസിംഗ് ഡേറ്റിൻ്റെ തന്നിട്ടുള്ളൂ. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സോ ഓപ്പണിംഗ് ബിൽസ് പേയബിളോ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകണ്ട, തന്ന ഫിഗേഴ്സ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി ടോട്ടൽ പർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പർച്ചേസിന് ക്യാഷ് ലെസ് ചെയ്തതിന് ശേഷം റിട്ടേണും ലെസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് പർച്ചേസ് കിട്ടുക. ഓക്കെ, ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് BP ആണ്. അതിൽ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് പറഞ്ഞാൽ ടോട്ടൽ പർച്ചേസ് 4,20,000 നിന്ന് ക്യാഷ് പർച്ചേസ് ആയിട്ടുള്ള 40,000 ലെസ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ 20,000 ലെസ് ചെയ്യുക. അപ്പോൾ 3,60,000 കിട്ടും. ഓക്കെ, ദെൻ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇവിടെ കാണേണ്ട ആവശ്യമില്ല, ദർ ഈസ് നോ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്. അതുകൊണ്ട് ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇവിടെ 70,000 തന്നെയാണ്. ആവറേജ് ബിൽസ് പേയബിളും ഇവിടെ കാണേണ്ട ആവശ്യമില്ല, കാരണം ദർ ഈസ് നോ ഓപ്പണിംഗ് ബിൽസ് പേയബിൾ. അപ്പോൾ ആ കിട്ടിയ എമൗണ്ട് 10,000 എടുക്കുക.
ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് 70,000 പ്ലസ് 10,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 വരും അല്ലേ. ക്രെഡിറ്റേഴ്സും ബി പിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 80,000. ഇനി ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ. അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ കണ്ടു 3,60,000 ആണ്. ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് 80,000 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ 4.5 ടൈംസ് ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 4.5 ടൈംസ് ആണ് ആൻസർ കിട്ടുക. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഡേയ്സിലോ നമുക്ക് മന്ത്സിലോ കാണാം. 360 ഡേയ്സിൽ കാണുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ CTR. CTR എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 4.5 80 ഡേയ്സാണ് നമുക്ക് കിട്ടി. അതായത് നമ്മൾ 80 ദിവസം കൂടുമ്പോഴൊക്കെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് വിൽ നോട്ട് ബി ഡിഡക്റ്റഡ് ഫ്രം ക്രെഡിറ്റേഴ്സ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, നോട്ടിൽ പറഞ്ഞ കാര്യം അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു ഈ സംഭവം എടുക്കണ്ടെന്ന്, ഡിഡക്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. ആവറേജ് പേയബിൾ കാണുമ്പോൾ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ഓപ്പണിംഗ് ബിൽസ് പേയബിളും ഇല്ലാത്തത് കൊണ്ട് ക്ലോസിംഗ് വാല്യൂസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത്രയും 2 കാര്യങ്ങളാണ് നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി റേഷ്യോനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് 4.5 ടൈംസ് ഇൻ എ ഇയർ ഓൺ ആൻ ആവറേജ് ബേസിസ്. ഒരു ആവറേജ് കണക്കാക്കുമ്പോൾ 4.5 പ്രാവശ്യം ക്രെഡിറ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആഫ്റ്റർ 80 ഡേയ്സ് ഓൺ ആൻ ആവറേജ്. ഓരോ 80 ദിവസം കൂടുമ്പോഴും നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് എൻജോയ്ഡ് ബൈ ദി കമ്പനി ഇൻ ദാറ്റ് ഈസ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് എൻജോയ്ഡ് ബൈ ദി കമ്പനി ഈസ് 80 ഡേയ്സ്. 80 ഡേയ്സാണ് ക്രെഡിറ്റ് എൻജോയ് ചെയ്യണമെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.